ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ് ഈഡൻ TV ഒരുക്കുന്ന സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയുടെ സീനിയർ ശാമ്പ് സ്കൂൾ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ഒരു ക്വാർട്ടർ മുഴുവൻ യോഹന്നാൻ്റെ സുവിശേഷമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം അതിൻ്റെ 9ാമത്തെ പാഠം പഠിക്കുകയാണ്. പാഠത്തിൻ്റെ ഹെഡിങ് ജീവൻ്റെ ഉറവിടം. 9ാമത്തെ പാഠം നാം ഇന്ന് പഠിക്കുന്നു. പാഠത്തിൻ്റെ ഹെഡിങ് ജീവൻ്റെ ഉറവിടം. മനപ്പാഠവാക്യം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യമാണ് മനപ്പാഠവാക്യം. അതിപ്രകാരം പറയുന്നു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യമാണ് മനപ്പാഠവാക്യം. കർത്താവ് യേശു പറയുകയാണ്: ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം നാം മുഴുവനായി വായിക്കുമ്പോൾ യേശു ആരാകുന്നു എന്നതിന് ശക്തമായ തെളിവുകൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ പല പ്രാവശ്യമായിട്ട് പുറപ്പാടിൽ 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്ന അതേ വചനങ്ങൾ തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിലും പറയുന്നു. പുറപ്പാട് 3:14 യേശു ആരാകുന്നു എന്നവിടെ പറയുന്നു, അല്ലേ? മോശയോട് പറഞ്ഞത് ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു. അത് തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലും പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിലും ഇവിടെ പറയുന്നു. മനപ്പാഠവാക്യത്തിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനുമാകുന്നു, അല്ലേ? ഇവിടെ ഞാൻ തന്നെ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാകുന്നു. ഞാൻ ആടുകളുടെ നല്ല ഇടയനാകുന്നു. ഞാൻ ആടുകളുടെ നല്ല വാതിലാകുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു, അല്ലേ? ഇതൊക്കെയും യേശു ആരാണ് എന്ന് സ്വയം തന്നെ വെളിപ്പെടുത്തുന്ന അനേക സാക്ഷ്യങ്ങളാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മുഴുവനായി നാം പഠിക്കുന്നത്. ആ ഞാനാകുന്നവൻ പിൽക്കാലത്ത് ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാൻ്റെ സുവിശേഷം 1:14 പറയുന്നത്, യോഹന്നാൻ്റെ സുവിശേഷം 1:14 പറയുന്നത്, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ഇത്രയും ശക്തമായ തെളിവുകൾ കർത്താവ് ആരാണെന്ന് സ്വയം ഇവിടെ വെളിപ്പെടുത്തുമ്പോൾ പോലും അന്നത്തെ കാലത്ത് അനേകർ യേശുവിനെ തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ പാഠത്തിൽ പഠിക്കുന്നത്. ഇത്രമാത്രം ശക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് അന്നത്തെ ജനം യേശുവിനെ മശിഹയായി അംഗീകരിച്ചില്ല? 2 കാരണങ്ങളാണ് നാം അതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു? ആ തള്ളിക്കളഞ്ഞ ആ കാരണം അല്ലെങ്കിൽ ആ പെശക് നമുക്ക് സംഭവിക്കരുത്. ഇതാണ് പാഠത്തിൻ്റെ ലക്ഷ്യം. അനേക കാരണങ്ങൾ കൊണ്ട് അവർ യേശുവിനെ തള്ളിക്കളഞ്ഞു. എങ്കിലും ആ കാരണത്തിൽ സംഭവിച്ച ആ പെശക് നമ്മുടെ ജീവിതത്തിൽ വരുവാൻ പാടില്ല. 2, ആ അതേ പെശക് ആവർത്തിക്കുവാൻ സാധ്യതയുള്ളവരെ കണ്ടെത്തി അവരെ സഹായിക്കുകയാണ് ഇന്നത്തെ പാഠത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇന്നത്തെ പാഠത്തിൻ്റെ ലക്ഷ്യം യേശു മശിഹയാണെന്ന് ഇത്രമാത്രം ശക്തമായ തെളിവുകൾ നൽകിയിട്ട് പോലും എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു? അനേക കാരണങ്ങളുണ്ട്. അതിൽ മെയിൻ കാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ കാരണം അല്ലെങ്കിൽ ആ പെശക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനും കൂടാതെ ആ പെശക് ആവർത്തിക്കുവാൻ സാധ്യതയുള്ളവരെ കണ്ടെത്തിയിട്ട് അവരെ സഹായിക്കുകയുമാണ് ഇന്നത്തെ പാഠത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ പാഠത്തിൻ്റെ ഹെഡിങ് ജീവൻ്റെ ഉറവിടം. നിത്യ ജീവൻ്റെ ഉറവിടം യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ഇന്നത്തെ പാഠത്തിൽ പറയുന്നു. അതുകൊണ്ടാണ് മനപ്പാഠവാക്യത്തിൽ പറയുന്നത്: ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. ഈ മനോഹരമായ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
ഞായറാഴ്ച ഭാഗത്തിലേക്ക് വരാം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് അവനിൽ ജീവനുണ്ടായിരുന്നു. ഞായറാഴ്ച പഠിക്കുന്ന ഭാഗം അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം ആരംഭ അധ്യായത്തിലെ ആദ്യത്തെ വാക്യം, 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ എല്ലാവർക്കും അറിയാം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ ആരംഭവാക്യം വായിക്കുമ്പോൾ യേശു ദൈവമാകുന്നുവെന്നും യേശു ദിവ്യപുത്രനാകുന്നുവെന്നും വ്യക്തമായി പറയുന്നു. കൂടാതെ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്നിവിടെ പറയുന്നു. അല്ലേ? അപ്പോൾ ആരംഭത്തിൽ തന്നെ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഈ ജീവൻ എന്ന് പറയുന്നത് നിത്യജീവൻ. ഈ നിത്യജീവൻ എന്ന് പറയുന്ന ഈ പദം, അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്ന പദം സ്വയം നിലനിൽക്കുന്ന ജീവനാണ്. സ്വയം നിലനിൽക്കുന്ന ജീവനാണ്. അതുകൊണ്ട് ആ ജീവനുള്ള നമ്മുടെ കർത്താവിന് ആ ജീവനെ വെച്ചു കളവാനും ജീവനെ നൽകുവാനും കഴിയുമെന്ന് ഇന്നത്തെ പാഠത്തിൽ പറയുന്നു. അല്ലേ? യേശുവിന് ജീവനുണ്ടായിരുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ജീവൻ സ്വയം നിലനിൽക്കുന്ന ജീവനാണ്. അതുകൊണ്ട് ആ ജീവനെ വെച്ചു കളവാനും കഴിയും, വീണ്ടെടുക്കുവാനും കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം പറയുന്നത് തനിക്കുള്ളിൽ ജീവൻ ഉള്ളതിനാൽ തനിക്ക് ഇഷ്ടമുള്ളവർക്ക് ജീവൻ കൊടുക്കുവാനും യേശുവിന് കഴിയും എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ജീവൻ എന്ന പദം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 36 പ്രാവശ്യം ഇവിടെ ഉച്ചരിച്ചിട്ടുണ്ട്. 36 പ്രാവശ്യമാണ് ജീവൻ എന്ന പദം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ പുതിയ നിയമത്തിൽ ഏകദേശം ജീവൻ എന്ന പദം 25% പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജീവൻ എൻ്റെ പ്രധാന അർത്ഥമെന്ന് പറയുന്നത് ജീവൻ നമ്മുടെ കർത്താവിലുണ്ടായിരുന്നു. സൃഷ്ടിപ്പെടുന്ന നാൾ മുതൽ തന്നെ ആ ജീവൻ ഉണ്ടായിരുന്നു. ആ നഷ്ടപ്പെട്ട ജീവൻ നൽകുവാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. അല്ലേ? അതുകൊണ്ട് ലേഖകൻ പറയുന്നത് സൃഷ്ടിപ്പിൽ നഷ്ടപ്പെട്ട ആ നിത്യജീവനുണ്ട്. അല്ലേ? എന്നേക്ക് നിലനിൽക്കുന്ന ആ സ്വയം നിലനിൽക്കുന്ന നിത്യജീവനുണ്ട്. അത് സൃഷ്ടിപ്പിൽ ആദാമിൻ്റെയും ഹവ്വയുടെയും പാപം മുഖാന്തരം നഷ്ടപ്പെട്ടു. ആ ജീവനെ, നഷ്ടപ്പെട്ട ജീവനെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. ഇവിടെ ഞായറാഴ്ചത്തെ പാഠത്തിൽ നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യം, യേശു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? യേശു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 1:29 പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ നമ്മുടെ പാപം ചുമക്കുവാനാണ് നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. കൂടാതെ യോഹന്നാൻ്റെ സുവിശേഷം 3:16, അല്ലേ, എല്ലാവർക്കും അറിയുന്നൊരു വചനം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. അല്ലേ? അപ്പോൾ പാപം നിറഞ്ഞ ലോകത്തെ വീണ്ടെടുക്കുവാനാണ് നമ്മുടെ കർത്താവ് വന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 6:40 പറയുന്നത്, യോഹന്നാൻ്റെ സുവിശേഷം 6:40, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്നവിടെ പറയുന്നു. അല്ലേ? വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 10:10 പറയുന്നത്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും ആ ജീവൻ സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ കർത്താവ് വന്നിരിക്കുന്നത് എന്നിവിടെ പറയുന്നു. അപ്പോൾ കർത്താവ് എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് ഈ വചനങ്ങളൊക്കെയും നമ്മെ മനസ്സിലാക്കി തരുന്നു. അല്ലേ? അതുകൊണ്ട് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും എന്ത് ലഭിക്കും? അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ ലഭിക്കും. അല്ലേ? ഇവിടെ സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ 5 മുതൽ 9 വരെയുള്ള വേദവാക്യത്തിൽ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ ആ പശ്ചാത്തലം അവിടെ പറയുന്നു. അല്ലേ? അവിടെ പിച്ചള സർപ്പം, പാമ്പ് കടിയേറ്റ എല്ലാ ഇസ്രായേലരും ആ പിച്ചള സർപ്പത്തെ നോക്കിയപ്പോൾ അവർക്ക് ജീവനുണ്ടായി. അല്ലേ? അതുപോലെ നാം കർത്താവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് ജീവൻ ലഭിക്കും? നിത്യജീവൻ. അല്ലേ? എന്നേക്കും നിലനിൽക്കുന്ന ജീവൻ. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 10:10 പറയുന്നത്,
യോഹന്നാന്റെ സുവിശേഷം 10:10 പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടാകുവാനും ആ ജീവൻ സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ നമ്മുടെ കർത്താവ് വന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു വചനം പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നത്, ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ നമ്മുടെ കർത്താവ് ജനിച്ചത് എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് എന്തിനാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്? ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് പിതാവിനെ വെളിപ്പെടുത്തുവാനാണ്. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് പിതാവിനെ വെളിപ്പെടുത്തുവാനാണ്. കാരണം നാം ആരും നമ്മുടെ പിതാവിനെ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അതുകൊണ്ട് പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ നമ്മുടെ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവ് വന്നത് പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനും എന്നേക്കും നിലനിൽക്കുന്ന നിത്യജീവനെ ദാനമായി നൽകുവാനുമാണ് നമ്മുടെ കർത്താവ് വന്നത്. കാരണം ജീവനുള്ളവന് മാത്രമേ മറ്റുള്ളവർക്ക് ജീവൻ നൽകുവാൻ കഴിയൂ. അതുകൊണ്ട് ഞായറാഴ്ചത്തെ പാഠത്തിൽ എന്താ പറയുന്നത്? നമ്മുടെ കർത്താവിൽ ജീവൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ജീവനുള്ള, സ്വയം നിലനിൽക്കുന്ന ആ ജീവനുള്ള വ്യക്തിക്ക് മാത്രമേ ജീവനെ വെച്ച് കളവാനും മറ്റുള്ളവർക്ക് ജീവനെ വീണ്ടെടുക്കുവാനും കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കർത്താവിൽ ജീവൻ ഉണ്ടായിരുന്നുവെന്നും ആ നിത്യജീവൻ ദാനമായി നൽകുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുവെന്നും അത് സമൃദ്ധിയായിട്ട് നൽകുവാൻ ആഗ്രഹിക്കുന്നുവെന്നും ഞായറാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ് നിത്യജീവൻ്റെ വചനം. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ് നിത്യജീവൻ്റെ വചനം. നിത്യജീവൻ എന്ന പദപ്രയോഗം യോഹന്നാന്റെ സുവിശേഷത്തിൽ മുഴുവനായി നിറഞ്ഞു നിൽക്കുന്ന ഒരു പദപ്രയോഗമാണ്. ഇവിടെ നാം നിത്യജീവനെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു ചെയ്തതായ ഒരു അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നു. 5 അപ്പവും 2 മീനും നൽകി 5000 പുരുഷന്മാരെ പോഷിപ്പിച്ച ആ അനുഭവ സംഭവം ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നു. അങ്ങനെ തിന്ന് തൃപ്തരായപ്പോൾ ജനം യേശുവിനെ രാജാവാക്കുവാൻ ശ്രമിച്ചു എന്ന് 15-ാമത്തെ വാക്യം പറയുന്നു. 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, 14-15 വാക്യങ്ങൾ. അങ്ങനെ വീണ്ടും ഈ പുരുഷാരം യേശുവിൻ്റെ പിന്നാലെ ഇങ്ങനെ സഞ്ചരിച്ചു. യേശുവിൻ്റെ പിന്നാലെ സഞ്ചരിച്ചപ്പോൾ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യേശു പറയുന്നത്, അതിന് യേശു 26-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 6:26, അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്നു തൃപ്തരായത് കൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. അപ്പം തിന്നു തൃപ്തരായത് കൊണ്ടത്രേ എൻ്റെ പിന്നാലെ അന്വേഷിക്കുന്നത്, എൻ്റെ പിന്നാലെ വരുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല. 27-ാം വാക്യം, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അല്ലേ? ഭൗമികമായ ആഹാരം നശിച്ചു പോകുന്ന ആഹാരമാണ്, അല്ലാതെ നിത്യജീവങ്കിലേക്ക് വഴി നടത്തുന്ന ആഹാരത്തിനായിട്ട് തന്നെ നിങ്ങൾ പ്രവർത്തിപ്പീൻ എന്നിവിടെ പറയുന്നു. വീണ്ടും കർത്താവ് പറയുന്നു, ഞാൻ സ്വർഗത്തു നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. അല്ലേ? ഞാൻ സ്വർഗത്തു നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു യേശു അവരോട് പറയുകയാണ്. അപ്പോൾ അവിടെ എൻ്റെ ജീവൻ്റെ അപ്പം കഴിക്കുന്നവർക്ക് വിശക്കുകയില്ല, ഒരു നാളും ദാഹിക്കുകയുമില്ല. അല്ലേ? ഈ അനുഭവങ്ങളെല്ലാം സ്വർഗത്തു നിന്ന് ഇറങ്ങി വന്ന അപ്പം യേശുവാണെന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ വലിയൊരു പിറുപിറുപ്പുണ്ടായി. അല്ലേ? പലരും പിറുപിറുത്തു. അനേക ശിഷ്യന്മാർ യേശുവിനുണ്ടായിരുന്നു. 12 ശിഷ്യന്മാരെ പോയിട്ട് യേശുവിനെ അനുഗമിച്ച എല്ലാവരും യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു. അനേക ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം യേശുവാണെന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ തന്നെ ഒരു പിറുപിറുപ്പുണ്ടായി. അല്ലേ? വീണ്ടും കർത്താവ് പറയുകയാണ്, മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ എന്തില്ല? നിത്യജീവനില്ല. ഇത് പറഞ്ഞത് കേട്ടപ്പോൾ യേശുവിനെ അതുവരെ അനുഗമിച്ചതായ ശിഷ്യന്മാർക്ക് വല്ലാത്ത ഒരു പ്രയാസമുണ്ടായി. അവർ പറയുകയാണ്, ഇത് കഠിനവാക്ക്. യേശു പറയുകയാണ്, എൻ്റെ മാംസം തിന്നാതെ എൻ്റെ രക്തം കുടിക്കാതെ ഇരിക്കുന്ന വ്യക്തികൾക്ക് നിത്യജീവനില്ല. അല്ലേ? അങ്ങനെ പറഞ്ഞപ്പോൾ ഇവിടെ മറ്റുള്ള ശിഷ്യന്മാർക്ക് ഈ പറഞ്ഞ വാക്ക് ഏറ്റവും കഠിന വാക്കായിട്ട് അവർക്ക് തോന്നി.
അങ്ങനെ ശിഷ്യന്മാർ അനേകം പേര് പിറുപിറുത്തിട്ട് അവർ യേശുവിൽ നിന്ന് പിൻവാങ്ങി പോകുന്നതായിട്ട് ഇവിടെ പറയുന്നു അല്ലേ. അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാർ, 66-ാം വാക്യം, അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി. യേശുവിൻ്റെ പിന്നാലെ നടന്ന അനേകം ശിഷ്യന്മാർ യേശുവാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് വെളിപ്പെടുത്തിയിട്ട് എൻ്റെ മാംസം തിന്നാതെയും രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കില്ല എന്ന വാക്ക് കേട്ടപ്പോൾ അതിനെ ഒരു വലിയ കഠിന വാക്കായിട്ട് കണക്കാക്കി, ഇടർച്ചയായിട്ട് കണക്കാക്കിയിട്ട് അനേക ശിഷ്യന്മാർ യേശുവിൽ നിന്ന് പിൻവാങ്ങിപ്പോയി. അങ്ങനെ പിൻവാങ്ങിപ്പോയപ്പോൾ യേശുവിന് തന്നെ വലിയ ദുഃഖമുണ്ടായി. യേശു 12 ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യമാണ് തിങ്കളാഴ്ചത്തെ പാഠത്തിലെ വിഷയം. യേശു 12 ശിഷ്യന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 6-ാം അധ്യായം 67-ാം വാക്യം. 6-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 67-ാം വാക്യം. യേശു 12 പേരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? മറ്റുള്ളവർ പോയല്ലോ, എന്നെ വിട്ട് മറ്റുള്ളവർ പോയല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? അങ്ങനെ ചോദിച്ചപ്പോൾ 12 ശിഷ്യന്മാരിലെ ശീമോൻ പത്രോസ് പറയുന്ന മറുപടി 68-ാം വാക്യത്തിലുണ്ട്. എന്താണ് 68-ാം വാക്യത്തിൽ പറയുന്നത്? ശീമോൻ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? കാരണം നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. അപ്പോൾ തിങ്കളാഴ്ചത്തെ പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? നിത്യജീവൻ്റെ വചനം അല്ലേ. നമുക്ക് നിത്യജീവൻ നൽകുന്ന ആ വചനം ആഹാരമാണ് അല്ലേ. ദൈവത്തിൻ്റെ തിരുവെഴുത്തെന്ന് പറയുന്നത് ആത്മീയ ആഹാരമാണ്. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നത് നശിച്ചു പോകുന്ന ഭക്ഷണം കഴിക്കാനാണ്. നിത്യജീവനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ആത്മീയ ആഹാരം കഴിക്കുവാനല്ല നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നത്. നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നത് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് പത്രോസ് പറയുന്നൊരു സാക്ഷ്യമാണ്. യേശു ചോദിക്കുന്നു, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ? പത്രോസ് പറയുകയാണ്, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? കാരണം നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കൽ ഉണ്ട്. അപ്പോൾ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം ദാനമായി നിത്യജീവനെ നൽകുന്നുവെന്ന് ഈ ഭാഗം പഠിക്കുകയാണ് അല്ലേ. നിത്യജീവൻ്റെ വചനം നിൻ്റെ പക്കലുണ്ട്. അപ്പം അത്രത്തോളം വിശ്വാസത്തോടു കൂടിയാണ് പത്രോസ് ഈ സാക്ഷ്യം പറയുന്നത്. നമ്മുടെ പാഠത്തിൽ പറയുന്നത് വിശ്വാസം എന്ന് പറയുന്ന ഒരു ദാനമാണ്, അതൊരു ഗിഫ്റ്റാണ് അല്ലേ. വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു അല്ലേ. അപ്പോൾ വിശ്വാസം ഒരു ഗിഫ്റ്റായിട്ട് ഈ പാഠത്തിൽ ലേഖകൻ പറയുന്നു. എങ്ങനെ ഈ വിശ്വാസത്തെ നമുക്ക് വളർത്തുവാൻ കഴിയും? പാഠത്തിൽ പറയുന്നത് വിശ്വാസം വളർത്തണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ യേശുവിൽ സമർപ്പിക്കുകയും പാപത്തെക്കുറിച്ച് അനുതപിക്കുകയും പാപക്ഷമയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ യാചിക്കുകയും കർത്താവിൻ്റെ രക്തത്തിലൂടെ ലഭിക്കുന്ന ശുദ്ധീകരണത്തിന് വേണ്ടി ജീവിതങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ഈ വിശ്വാസം എന്ന് പറയുന്ന ആ ദാനം സമൃദ്ധിയായി നൽകും എന്നിവിടെ പറയുന്നു. അപ്പോൾ നിത്യജീവൻ്റെ വചനം കൈക്കൊള്ളുന്നവർക്ക് എന്തുണ്ട്? നിത്യജീവൻ്റെ വചനം കൈക്കൊള്ളുന്നവർക്ക് നിത്യജീവൻ ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. അതൊരിക്കലും തത്വശാസ്ത്രം പഠിച്ചാലോ ചരിത്രം പഠിച്ചാലോ ശാസ്ത്രം പഠിച്ചാലോ അല്ലെങ്കിൽ വേറെ പഠന മേഖലകൾ പഠിച്ചാലോ ഒന്നും ഈ നിത്യജീവൻ നമുക്ക്, അല്ലെങ്കിൽ നിത്യജീവൻ എന്ന രക്ഷ ലഭിക്കില്ല എന്ന് ഈ പാഠം പറയുന്നു. യേശുവിൽ നിന്ന് മാത്രം വരുന്നതാണ് നിത്യജീവൻ. അതുകൊണ്ട് അതിൻ്റെ ഉറവിടം, പാഠത്തിൻ്റെ ഹെഡിങ് ജീവൻ്റെ ഉറവിടമാണ്, നിത്യജീവൻ്റെ ഉറവിടം. ആ നിത്യജീവൻ്റെ ഉറവിടം യഥാർത്ഥത്തിൽ യേശുവാണ് എന്ന് പത്രോസിന് മനസ്സിലായി. അതുകൊണ്ടാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, എൻ്റെ വചനം കേട്ട്, യോഹന്നാന്റെ സുവിശേഷം 5:24 പറയുന്നത്, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? നിത്യജീവനുണ്ട് അല്ലേ. വീണ്ടും പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 47-ാം വാക്യം പറയുന്നത്, എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല, എന്നാൽ അവൻ്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എൻ്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും അല്ലേ. വിശ്വാസം എന്നൊരു ദാനമാണ്. അത് തീർച്ചയായും ദൈവമക്കൾ പ്രാപിക്കുവാൻ ഇവിടെ പാപക്ഷമയ്ക്ക് വേണ്ടി യാചിക്കുകയും അനുതപിക്കുകയും കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി യാചിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും. അതുകൊണ്ട് പത്രോസ് ഇവിടെ പറയുകയാണ്, ജീവൻ്റെ ഉറവിടം അങ്ങയിലുണ്ട് അല്ലേ. ജീവൻ്റെ ഉറവിടം അങ്ങയിലുണ്ട്. അതുകൊണ്ട് ഈ നിത്യജീവൻ്റെ വചനം ഉപേക്ഷിച്ച് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകുമെന്നാണ് തിങ്കളാഴ്ചത്തെ പാഠത്തിൽ പത്രോസ് നമ്മോട് ചോദിക്കുന്നത്.
ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ് വിശ്വാസവും പുതുജനനവും. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ് വിശ്വാസവും പുതുജനനവും. ആമുഖത്തിൽ ലേഖകൻ ചോദിക്കുന്നത് ക്രിസ്ത്യാനിയായി തീരുന്നതിന് ഇവിടെ വിവരിക്കപ്പെടുന്ന നടപടികൾ എന്തൊക്കെയാണ്? ക്രിസ്ത്യാനികളായി തീരുന്നതിന് ഇവിടെ വിവരിക്കപ്പെടുന്ന നടപടികൾ എന്തൊക്കെയാണ്? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അല്ലേ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. വീണ്ടും പറയുന്നു 13-ാം വാക്യം, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, നമ്മുടെ കർത്താവ് ജനിച്ചത് ദൈവത്തിൽ നിന്ന് അത്രേ എന്ന് ഇവിടെ പറയുന്നു. അപ്പം ഇവിടെ എന്താണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി തീരുവാൻ ഉള്ള നടപടി? എങ്ങനെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി തീരുവാൻ കഴിയും? ഇവിടെ പറയുന്നത് യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ നമ്മുടെ കർത്താവ് അധികാരം കൊടുത്തു. അപ്പോൾ ഒന്ന് വേണ്ടത് വിശ്വാസം, അല്ലേ? ഒന്നാമത്തെ നടപടി എന്ന് പറയും, ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് നാം യേശുവിനെ സ്വീകരിക്കണം, അല്ലെങ്കിൽ യേശുവിനെ വിശ്വസിക്കണം. യേശുവിൽ നാം വിശ്വസിക്കുമ്പോൾ നാം ആരായി മാറി? ദൈവമക്കളായി മാറി, അല്ലേ? ഇപ്പോൾ 2 സ്റ്റെപ്സാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, നാം യേശുവിനെ സ്വീകരിക്കണം, അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കണം. യേശുവിൽ വിശ്വസിക്കുന്ന മക്കളെല്ലാം ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവരെല്ലാം ആരാ? ദൈവമക്കൾ, അല്ലേ? ദൈവത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം ദൈവമക്കളായി മാറുന്നു. അവരെങ്ങനെ പ്രവർത്തിക്കും? വിശ്വാസത്തിൽ പ്രവർത്തിക്കും, അല്ലേ? അവർ പുത്രനെ സ്വീകരിക്കും, വെളിച്ചത്തിനായി അവരുടെ ജീവിതത്തെ തുറന്നു കൊടുക്കും, ഹൃദയത്തെ തന്നെ അവർ പുനർസൃഷ്ടിക്കും എന്ന് ലേഖകൻ പറയുന്നു, അല്ലേ? ഇവിടെ റോമർക്കെഴുതിയ ലേഖനം 10:17 പറയുന്നത്, റോമർക്കെഴുതിയ ലേഖനം 10:17, ആകയാൽ വിശ്വാസം കേൾവിയാലും, എല്ലാവർക്കും അറിയുന്ന വചനമാണ്. എങ്ങനെയാണ് വചനം പറയുന്നത്? ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്തിലും വരുന്നു. അപ്പോൾ വിശ്വാസം കേൾവിയാലും, കേൾവി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഈ തിരുവഴുത്തിലൂടെയും വരുന്നു. അപ്പോൾ വിശ്വാസം ഒരു വലിയ ദാനമാണ്, അല്ലേ? വിശ്വാസം ഒരു ദാനമാണ്. ആ വിശ്വാസത്തിലൂടെയാണ് നാം ആരെ അറിയുന്നത്? ക്രിസ്തുവിനെ അറിയുന്നത്. അപ്പോൾ മശീഹയെ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും എന്നിവിടെ പറയുന്നു, അല്ലേ? വീണ്ടും യേശുവിലെ രക്ഷയുടെ ദൂതിൻ്റെ തത്വം പറയുകയാണ്. യേശുവിലെ രക്ഷയുടെ ദൂതിൻ്റെ തത്വം എന്താണ്? റോമർക്ക് ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം പറയും. റോമർക്ക് ലേഖനം 8:16 പറയും, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു, അല്ലേ? റോമർ 8:16 പറയുന്നത് രക്ഷയുടെ തത്വം പറയാണ്, അല്ലേ? നമുക്ക് രക്ഷിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ തത്വം എന്താണ്? നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് പോലും നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയണം, അല്ലേ? നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ എന്ത് ചെയ്യണം? സാക്ഷ്യം പറയണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ രക്ഷ ലഭിക്കും. പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് ആ രക്ഷ ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് അങ്ങനെ സാക്ഷ്യം പറയണമെങ്കിൽ നമ്മുടെ വിശ്വാസം വളരെ അടിത്തറയുള്ളതായി മാറണം, അല്ലേ? വിശ്വാസം വളരെ അടിത്തറയുള്ള അടിസ്ഥാനമായി മാറണം. കാരണം വിശ്വാസം എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമുള്ളൊരു കാര്യമാണ്. എലൻ ജി വൈറ്റ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, വിശ്വാസത്തിലൂടെ കാണുന്ന കണ്ണും വിശ്വാസത്തിലൂടെ നാം കേൾക്കുന്ന ദൂതും ഭാഗ്യമുള്ളത് എന്ന് എലൻ ജി വൈറ്റ് പറയുകയാണ്, അല്ലേ? വിശ്വാസത്തിലൂടെ നാം ദർശിക്കുന്ന ആ കാര്യങ്ങളും കേൾക്കുന്ന വിശ്വാസത്തിലൂടെയുള്ള വചനങ്ങളും ഭാഗ്യമുള്ളത് എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ 2-ാം അധ്യായം 8-ാം വാക്യം പറയുന്നത്, എഫേസ്യ ലേഖനം 2:8 പറയുന്ന, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, അല്ലേ? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, അല്ലേ? അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് പുതുജനനം, അല്ലേ? വിശ്വാസത്തിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ. ചൊവ്വാഴ്ചത്തെ പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന പുതുജനനം. ആ പുതുജനനം, വീണ്ടും ജനനം, രക്ഷ ലഭിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. അത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, അത് ദൈവത്തിൻ്റെ ദാനമത്രേ, അല്ലേ? അത് ദാനമാണെന്ന് ഗ്രഹിച്ച് കൃപയിൽ വളരുന്നവർക്ക്, അത് ദാനമാണെന്ന് ഗ്രഹിച്ചിട്ട് കൃപയിൽ അനുദിനം വളരുന്നവർക്ക് ഒരു പുതിയ സൃഷ്ടിയായി
ഈ രക്ഷ ലഭിക്കാൻ കാരണമാകുന്നു. അത് തീർച്ചയായും ലഭിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്, അതും കൃപയിലൂടെയാണ് എന്നാണ് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് ജീവൻ്റെ ഉറവിനെ ഉപേക്ഷിക്കുന്നത്. ജീവൻ്റെ ഉറവിനെ ഉപേക്ഷിക്കുന്നത്. ബുധനാഴ്ചത്തെ പാഠത്തിൽ ലേഖകൻ പറയുന്നത് സുവിശേഷങ്ങളിൽ വെച്ച് ദുഃഖകരമായ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണെന്നാണ് ലേഖകൻ പറയുന്നത്. സുവിശേഷങ്ങളിൽ ഏറ്റവും ദുഃഖകരമായ ചില കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണെന്നാണ് ലേഖകൻ പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1:5 പറയുന്നത് വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. 10-ാം വാക്യം പറയുന്നത് നമ്മുടെ കർത്താവ് ലോകത്തിലുണ്ടായിരുന്നു, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി. 11-ാം വാക്യം പറയുന്നത് ലോകമോ അവനെ അറിഞ്ഞില്ല, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ 10-ഉം 11-ഉം വാക്യം പറയുന്നത് അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി. 11-ാം വാക്യം പറയുന്നത് ലോകമോ അവനെ അറിഞ്ഞില്ല, അവൻ പിന്നെ സ്വന്തത്തിലേക്ക് വന്നു, യഹൂദന്മാരുടെ ഇടയിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അല്ലേ? അപ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് വെളിപ്പെടുത്തിയതായ നമ്മുടെ കർത്താവ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ ആടുകളുടെ നല്ല ഇടയനാകുന്നു ഒക്കെ വെളിപ്പെടുത്തിയിട്ട് പോലും അന്നത്തെ ജനം യേശുവിനെ മശിഹയായിട്ട് കൈക്കൊണ്ടില്ല. അല്ലേ? അതാണ് പാഠത്തിൻ്റെ ഹെഡിങ് പറയുന്നത്. ജീവൻ്റെ ഉറവിനെ യഹൂദ ജനം എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. ജീവൻ്റെ ഉറവ് ആരെന്ന് മനസ്സിലായി. പത്രോസ് ജീവൻ്റെ ഉറവിനെ മനസ്സിലാക്കി. പക്ഷേ ഈ ജനം എന്ത് ചെയ്യുന്നു? ആ ജീവൻ്റെ ഉറവിനെ എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുന്നു. അതുകൊണ്ട് എബ്രായ ലേഖനം 10:35 പറയുന്നത്, എബ്രായ ലേഖനം 10:35 പറയുന്നത്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് എന്ന് പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള ആ ജീവൻ്റെ ഉറവിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ആ മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യത്തെ തള്ളിക്കളയരുത് എന്ന് പൗലോസ് പറയുന്നു. പൗലോസ് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. കാരണം യേശുവിൻ്റെ വചനങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആ വലിയ ആ ആപത്തിനെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അല്ല, ഇന്നത്തെ സമകാലിക മനുഷ്യരെ നാം ചിന്തിക്കുമ്പോൾ എല്ലാ ജനവും സമകാലി 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന സമകാലിക മനുഷ്യർ മാനുഷിക ചിന്താഗതി എന്ന് പറയുന്നത് സത്യം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം അനേകരിന്ന് ചെയ്യുന്ന രീതി ഈ സത്യത്തെ ചോദ്യം ചെയ്യുകയാണ്. അല്ലേ? സത്യം അറിയുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സത്യം അറിഞ്ഞതിന് ശേഷം ഇന്ന് അനേക ജനം ചെയ്യുന്ന ഒരു രീതി സകലത്തെയും ചോദ്യം ചെയ്യുന്ന ഒരു രീതി, സത്യത്തെ ചോദ്യം ചെയ്യുന്ന രീതി. സത്യം പാറ പോലെ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. അത് സത്യമാണെന്ന് അറിയാം, എന്നിട്ട് പോലും നമ്മൾ പഠിച്ച ശാസ്ത്രം വെച്ചും നമ്മൾ പഠിച്ച മനഃശാസ്ത്രം വെച്ചും തത്വചിന്ത വെച്ചും അല്ലേ ചരിത്രം വെച്ചും നാം ബൈബിളിൻ്റെ സത്യത്തെ എന്ത് ചെയ്യുന്നു? ചോദ്യം ചെയ്യുന്നു. ലേഖകൻ അത് വ്യക്തമായിട്ട് ഒരു മുന്നറിയിപ്പായി പറയുകയാണ്. ഇന്ന് ജീവിക്കുന്ന അനേക ജനങ്ങൾ നമ്മൾ പഠിച്ചതായ ശാസ്ത്രവും ചരിത്രവും പുരാവസ്തുവും മനഃശാസ്ത്രവും വെച്ച് ബൈബിളിൻ്റെ സത്യങ്ങളെ എന്ത് ചെയ്യുന്നു? ചോദ്യം ചെയ്യുകയും അതിനെ സംശയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നൊരു ചോദ്യമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 18:8, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഇതേ സംഭവം തന്നെയാണ് പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകത്തിലും പറയുന്നത്. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 13-ാം അധ്യായം 23 മുതൽ 33 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, സംഖ്യാപുസ്തകം 13-ാം അധ്യായം 23 മുതൽ 33 വരെ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് വാഗ്ദത്തം ചെയ്തതായ കനാൻ നാടിനെ, കനാൻ ദേശത്തെ ഒറ്റുനോക്കുവാൻ പോയ വ്യക്തികളുടെ റിപ്പോർട്ടുകളെക്കുറിച്ച് പറയുകയാണ്. കനാൻ ദേശം ഒറ്റുനോക്കുവാൻ പോയ വ്യക്തികളുടെ റിപ്പോർട്ട് അവിടെ പറയുകയാണ്.
ഇവിടെ സംഖ്യാപുസ്തകം 13-ാം അധ്യായം എടുക്കുമ്പോൾ മോശ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ വേണ്ടി 12 ഗോത്രത്തിൽ നിന്ന് ഓരോ പ്രഭുക്കന്മാരെ, തലവന്മാരെ അയക്കുകയാണ്. 12 ഗോത്രത്തിൽ നിന്ന് ഓരോ പ്രഭുക്കന്മാരെ അയക്കുകയാണ്. അങ്ങനെ 12 പേര് ദേശം ഒറ്റുനോക്കുവാൻ പോയി. മോശ അവർക്കൊരു ക്വസ്റ്റ്യനായർ നൽകി, ഒരു ചോദ്യാവലി നൽകി. വെറുതെ പോയി ഒറ്റുനോക്കരുത്, ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ദേശം ഏത് വിധമുള്ളത്, ജനം, അവിടുത്തെ കനാൻ ദേശത്തിലെ ജനം ബലവാന്മാരാണോ ബലഹീനരാണോ, ഇനി ജനം ചുരുക്കമാണോ അധികമാണോ, ദേശം നല്ലതാണോ ആകാത്തതാണോ, വസിക്കുന്ന പട്ടണങ്ങൾ പാളയങ്ങളിലാണോ കോട്ടകളിലാണോ, ദേശം പുഷ്ടിയുള്ളതോ പുഷ്ടിയില്ലാത്തതോ, ഇതൊക്കെയാണ് അവർക്ക് നൽകിയ ചോദ്യങ്ങൾ. അങ്ങനെ ആ പ്രഭുക്കന്മാർ 40 ദിവസം കൊണ്ട് കനാൻ ദേശം ഒറ്റുനോക്കി. എന്നിട്ട് അവർ മടങ്ങി വരികയാണ്. മടങ്ങി വന്നപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ പോയി ദേശം പാലും തേനും ഒഴുകുന്ന ദേശം. 13-ാം അധ്യായം 27-ാം വാക്യം. പാലും തേനും ഒഴുകുന്ന ദേശം, അതിലെ ഫലങ്ങൾ ഇതാ, മുന്തിരിക്കൊലകൾ ഇതാ എന്നൊക്കെ അവിടെ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, കുറച്ച് ആൾക്കാർ അമാലേക്യർ ഇന്ന ദേശത്ത് പാർക്കുന്നു, യെബൂസിയർ ഇന്ന ദേശത്ത് പാർക്കുന്നു, അമോര്യർ അവിടെ പാർക്കുന്നു, ഇനി വലിയ ജാതിയെ അമാലേക്യരെ ഞങ്ങളവിടെ കണ്ടു എന്നൊക്കെ അവിടെ പറയുന്നു അല്ലേ. പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ അവിടെ പറഞ്ഞു. പക്ഷേ അല്ലെ 30-ാം വാക്യം ശ്രദ്ധിക്കുക. 13-30 2 പേര്, ഒന്ന് കാലേബ്, മറ്റൊന്ന് യോശുവ. അതിൽ കാലേബ് പറയുന്ന ഒരു മറുപടി ഉണ്ട് 13-30. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി ശാസിച്ചിട്ട് പറയുകയാണ്, അമർത്തിയിട്ട് പറയുകയാണ്, ശാസിച്ചിട്ട് പറയുകയാണ്, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. അത് കാലേബിൻ്റെ വിശ്വാസം അല്ലാത്തൊരു വിശ്വാസമാണ്. കാലേബ് പറയുകയാണ്, നാം ചെന്നത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും. മറിച്ച് കാലേബും യോശുവായും പോയിട്ട് ബാക്കി മറ്റു 10 പേരും നെഗറ്റീവ് റിപ്പോർട്ടാണ് നൽകിയത്. ഒറ്റുനോക്കുവാൻ പോയിട്ട് വന്നിട്ട് നെഗറ്റീവ് റിപ്പോർട്ടാണ് നൽകിയത് അല്ലേ. അവർ പറയുന്നത് 32-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നത്, ദേശമെല്ലാം പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായന്മാർ, വലിയ വലിയ ബലവാന്മാരാണ്. അവർ നിവാസികളെ തിന്നുകളയുന്ന ദേശമാണ്. ഞങ്ങൾ മല്ലന്മാരായ അനാക്യ മല്ലന്മാരെയും ഞങ്ങളവിടെ കണ്ടു. ഞങ്ങളവിടെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ സ്വയം വെട്ടിക്കിളികളെ പോലെ ഞങ്ങൾക്ക് തോന്നി. നെഗറ്റീവ് റിപ്പോർട്ട്സ്. മറിച്ച് കാലേബ് പറയുകയാണ്, ദൈവം നമുക്ക് നൽകുവാൻ ഇരിക്കുന്ന ആ വാഗ്ദത്ത ദേശം ദൈവം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൈവശമാക്കുവാൻ കഴിയും, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് കാലേബ് പറയുകയാണ് അല്ലേ. ഇതാണ് മാനുഷിക കാഴ്ചപ്പാട്. നെഗറ്റീവ് റിപ്പോർട്ട്സാണ് മാനുഷിക കാഴ്ചപ്പാട്. ആത്മീയ കണ്ണുള്ളവർ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ വിശ്വസിക്കുകയും അത് കൈവശമാക്കുവാൻ കഴിയും എന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ബുധനാഴ്ചത്തെ പാഠം പറയുന്നത്, ജീവൻ്റെ ഉറവിനെ ഉപേക്ഷിക്കുന്ന ജനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അല്ലേ. ലോകമെല്ലാം അവൻ മുഖാന്തരമുള്ളവായി, എന്നാൽ ലോകം അവനെ അറിഞ്ഞില്ല. മറിച്ച് നമ്മുടെ കർത്താവ് സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല അല്ലേ. ഇത് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മുടെ ഇടയിലുമുള്ള അതേ വിഷയം തന്നെയാണ്. എല്ലാവരും ഇന്ന് വചനത്തെ സംശയത്തോടെയും ചോദ്യം ചെയ്യുന്നതിലൂടെയും വചനത്തെ നിസാരവൽക്കരിക്കുന്നു. അത് ജീവൻ്റെ ഉറവിനെ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ് എന്നിവിടെ പറയാം. അതുകൊണ്ടാണ് പത്രോസ് ചോദിച്ചത്, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും, നിത്യജീവൻ്റെ വചനം അങ്ങയുടെ പക്കലുണ്ടല്ലോ. അപ്പം ജീവൻ്റെ ഉറവിനെ ഉപേക്ഷിച്ചാലുണ്ടാകുന്നതായ വലിയ ആ മുന്നറിയിപ്പ് ബുധനാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് ശിക്ഷാവിധി. ശിക്ഷാവിധി. നമ്മൾ ബുധനാഴ്ച പഠിച്ചത് ജീവൻ്റെ ഉറവിനെ ഉപേക്ഷിക്കുന്നത്. ഇപ്പോൾ ജീവൻ്റെ ഉറവിനെ ഉപേക്ഷിക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ചാണ് വ്യാഴാഴ്ചത്തെ ഭാഗത്ത് പഠിക്കുന്നത്. ജീവൻ്റെ ഉറവിനെ ഉപേക്ഷിക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ചാണ് വ്യാഴാഴ്ചത്തെ ഭാഗത്ത് പഠിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം
18 മുതൽ 21 വരെ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 18 മുതൽ 21 വരെ നമ്മുടെ ശാബത്ത് സ്കൂൾ പാഠത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കാകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വേദവാക്യങ്ങളാണ് വായിച്ചത്. ഇവിടെ പറയുന്ന ഒരു സന്തോഷ വാർത്തയുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് എന്തില്ല? ന്യായവിധിയില്ല. കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് എന്തില്ല? ന്യായവിധിയില്ല. ന്യായവിധിയെ ഭയപ്പെടേണ്ട കാര്യമില്ല. മറിച്ച് വിശ്വസിക്കാത്തവർക്ക് ന്യായവിധി ഉണ്ട് എന്നിവിടെ പറയുന്നു. വിശ്വസിക്കാത്തവർക്ക് ദൈവത്തിൻ്റെ ന്യായവിധി വന്നു കഴിഞ്ഞു എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്. അതുകൊണ്ട് തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കും. അല്ലേ? അവരൊരിക്കലും വെളിച്ചത്തിലേക്ക് വരില്ല. ഇനി സത്യം പ്രവർത്തിക്കുന്നവൻ എന്തു ചെയ്യും? സത്യം പ്രവർത്തിക്കുന്നവൻ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് അവൻ വെളിച്ചത്തിലേക്ക് ധൈര്യമായി വരും. അല്ലേ? വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 10-ാം വാക്യം പറയുന്നത്, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി. അല്ലേ? അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി. അപ്പോൾ ജീവൻ്റെ ഉറവിടം ആരെന്ന് മനസ്സിലാക്കിയിട്ടും അത് വിശ്വസിക്കാതിരിക്കുന്നവർക്ക് ന്യായവിധി ഉണ്ട് എന്നിവിടെ പറയുന്നു. വീണ്ടും എന്തുകൊണ്ട് മനുഷ്യർ ന്യായവിധിയിലേക്ക് വരുന്നു എന്നിവിടെ ലേഖകൻ ചോദിക്കുകയാണ്. എന്തുകൊണ്ട് മനുഷ്യർ ന്യായവിധിയിലേക്ക് വരുന്നു? എന്തുകൊണ്ട് മനുഷ്യർ ന്യായവിധിയിലേക്ക് വരുന്നു? ലോകത്തിൻ്റെ വെളിച്ചമായ കർത്താവിനെ തള്ളിക്കളയുന്നത് കൊണ്ടാണ് അവർ ന്യായവിധിയിലേക്ക് വരുന്നത്. അവർ കൂടുതൽ ഏതിനെ ഇഷ്ടപ്പെടുന്നു? നേരത്തെ വായിച്ചതാണ്. അവർ കൂടുതൽ ഏതിനെ ഇഷ്ടപ്പെടുന്നു? ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്നു. അല്ലേ? അവർ വെളിച്ചത്തെ പകയ്ക്കുന്നു, അതേസമയം ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്നു. ഇത് തന്നെയാണ് എന്തുകൊണ്ട് മനുഷ്യർക്ക് ന്യായവിധി ഉണ്ടാകുന്നു എന്നിവിടെ പറയുന്നത്. വീണ്ടും പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 18-ാം വാക്യം പറയുന്നത്, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. അല്ലേ? വിശ്വസിക്കുന്നവർക്ക് എന്തില്ല? ന്യായവിധിയില്ല. 36-ാം വാക്യം പറയും, യോഹന്നാന്റെ സുവിശേഷം 3:36, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ എന്നിവിടെ പറയുന്നു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 5:24 പറയും, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്നിവിടെ പറയുന്നു. അല്ലേ? ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത്, കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധിയില്ല. അവർക്ക് എന്ത് ലഭിക്കുന്നു? നിത്യജീവൻ ലഭിക്കുന്നു. ഇവിടെ ആദാമിൻ്റെയും ഹവ്വയുടെയും അനുഭവം ഇവിടെ പറയുകയാണ്. അല്ലേ? ആവശ്യമായ വെളിച്ചം ആദാമിനും ഹവ്വയ്ക്കും ദൈവം നൽകിയിരുന്നു. അല്ലേ? പക്ഷേ ആ വെളിച്ചത്തെ തന്നെ ചോദ്യം ചെയ്യാൻ സാത്താൻ ഹവ്വയെ പ്രേരിപ്പിച്ചതായിട്ട് ഇവിടെ പറയുകയാണ്. ആ വെളിച്ചത്തെ തന്നെ, അവരെ തേജസ് കൊണ്ട് കർത്താവ് മൂടിയിരുന്നു, പക്ഷേ ആ വെളിച്ചത്തെ തന്നെ ചോദ്യം ചെയ്യുവാൻ ഹവ്വയെ സാത്താൻ ഇവിടെ പ്രേരിപ്പിക്കുകയാണ്. അല്ലേ? അങ്ങനെ ആ ഇന്ദ്രിയങ്ങളിൽ, ഹവ്വയുടെ കണ്ണിലെ ഇന്ദ്രിയങ്ങളിൽ നോക്കിയപ്പോൾ ആ പഴം പറിച്ചു തിന്നപ്പോൾ പാമ്പിനൊന്നും സംഭവിച്ചില്ല. അല്ലേ? അങ്ങനെ ഹവ്വ ആരെ വിശ്വസിച്ചു? പാമ്പിനെ വിശ്വസിച്ചു. അല്ലേ? പാമ്പ് പറഞ്ഞു, നീ അത് കഴിച്ചു കഴിഞ്ഞാൽ നീ ആരെ പോലെയാകും? ദൈവത്തെ പോലെ ആകും. അല്ലേ? അപ്പോൾ ഹവ്വ അത് സ്വീകരിക്കുകയും ആ വെളിച്ചം, ആ തേജസ്, ആ ദൈവിക ശോഭ അവരിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തതായിട്ട് ഇവിടെ പറയുന്നു. അങ്ങനെ പ്രലോഭനങ്ങൾ പലതാണ്. അല്ലേ? ഏദൻ തോട്ടത്തിൽ ആ പ്രലോഭനം ആദി മാതാപിതാക്കൾക്കുണ്ടായി. അതുപോലെ നമ്മുടെ കർത്താവ് സ്നാനപ്പെട്ട സമയത്ത്, അല്ലേ, അതേ പ്രലോഭനം നമ്മുടെ കർത്താവിനും ഉണ്ടായി. അല്ലേ? പക്ഷേ കർത്താവ് ആ പ്രലോഭനത്തിൽ എന്ത് ചെയ്തു? വിജയിച്ചു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകനായ പിശാച് അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് എന്തു ചെയ്യുക? അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. അതിന് കർത്താവ് പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്നതായ സകല വചനവും കൊണ്ട് ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അല്ലേ? അങ്ങനെ 3 പരീക്ഷകളാണ്
പിശാച് കർത്താവിന് നൽകിയത്. ഈ 3 പരീക്ഷകളിലും കർത്താവ് വചനത്തിലൂടെ പിശാചിനെ തോൽപ്പിച്ചതായിട്ട് ഇവിടെ പറയുന്നു, അല്ലേ? അപ്പോൾ വചനം കൊണ്ടാണ് കർത്താവ് ആ വിജനമായ ആ മരുഭൂമി സ്ഥലത്ത് പിശാചിനെ നേരിട്ടത്, അല്ലേ? ഒരുപക്ഷെ വേണമെങ്കിൽ ഒരുപക്ഷെ കർത്താവിന് വേണമെങ്കിൽ ആ വിശപ്പിൻ്റെ ആ സമയത്ത് ആ കല്ലിനെ അപ്പമാക്കി തീർത്ത് വേണമെങ്കിൽ ഭക്ഷിക്കാമായിരുന്നു. ആ പ്രലോഭനത്തിൽ കർത്താവ് വീണില്ല, അല്ലേ? കർത്താവ് ആ പ്രലോഭനത്തിൽ വീണില്ല. മറിച്ച് കർത്താവ് പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, അല്ലേ? ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനവും കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ഇങ്ങനെ പ്രലോഭനങ്ങൾ വരുമ്പോൾ പലപ്പോഴും നാം തെറ്റ് ചെയ്തിട്ട് പോലും ആ തെറ്റിനെ നാം ന്യായീകരിക്കാറുണ്ട്. ഹവ്വ തെറ്റ് ചെയ്തിട്ടും തെറ്റിനെ ന്യായീകരിക്കുന്നുണ്ട്. അതുപോലെ നാമും പലപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ വരുമ്പോൾ നാം തെറ്റ് ചെയ്തിട്ട് പോലും തെറ്റിനെ ന്യായീകരിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ പറയുന്നത് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. തെറ്റായ തീരുമാനങ്ങളിലേക്ക് നാം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വരുവാനിരിക്കുന്ന വലിയ ശിക്ഷാവിധിയാണ് എന്നിവിടെ പറയുന്നു. ജീവൻ്റെ ഉറവിനെ നാം ഉപേക്ഷിക്കുകയാണെങ്കിൽ വരുവാനിരിക്കുന്നത് വ്യാഴാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത് വലിയ ശിക്ഷാവിധിയാണ്. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് എന്തില്ല? ന്യായവിധിയില്ല. കർത്താവിൽ വിശ്വസിക്കാത്തവർക്ക് ന്യായവിധി വന്നു കഴിഞ്ഞു എന്ന് വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. നാം ഈ ആഴ്ചയിൽ പഠിച്ചത് ജീവൻ്റെ ഉറവിടം എന്ന വിഷയമാണ്. നിത്യജീവൻ്റെ ഉറവിടം യഥാർത്ഥത്തിൽ എവിടെ നിന്നാണെന്ന് പത്രോസിന് മനസ്സിലായി. പത്രോസ് പറയുകയാണ്, ജീവൻ്റെ ഉറവിടം, നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലുണ്ടല്ലോ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും, അല്ലേ? അപ്പോൾ അവിടെ കർത്താവ് സ്വയം സാക്ഷീകരിക്കുന്നു. യേശു സ്വയം മശിഹയാണെന്ന് സാക്ഷീകരിച്ചിട്ട് പോലും ലോകമോ അവനെ അറിഞ്ഞില്ല, അല്ലേ? ഞാനാകുന്നവൻ ഞാനാകുന്നു, അല്ലേ? ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, അല്ലേ? ഞാൻ സ്വർഗത്തിലെ വാതിലാകുന്നു ഒക്കെ പറഞ്ഞിട്ട് പോലും ആ ഉറവിടത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ നമ്മെ മനസ്സിലാക്കി തന്നത് ആ ജീവൻ്റെ ഉറവിടം കർത്താവാണ് എന്നും അവനിൽ ജീവനുണ്ടായിരുന്നുവെന്നും അത് സ്വയം നിലനിൽക്കുന്ന ജീവനാണെന്നും അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാൻ കഴിയുമെന്നും അതിനുവേണ്ടി സ്വർഗീയ മഹിമ വെടിഞ്ഞ് തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന് വന്നു എന്ന് പറയുന്നത് പോലെ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന അതേ വചനം, അല്ലേ? ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് എല്ലാം വെടിഞ്ഞ് സ്വർഗീയ മഹിമ വെടിഞ്ഞ് നമുക്ക് വേണ്ടി തന്നെത്താൻ താഴ്ത്തി മരിച്ചു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ആ ഉറവിടം മനസ്സിലാക്കി ആ ജീവൻ നമുക്ക് നൽകി പാപത്തിൽ നമ്മെ രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ ജീവൻ്റെ ഉറവിടം ആ ദാതാവിനെ ഉപേക്ഷിക്കാതെ തള്ളിക്കളയാതെ കർത്താവിൽ നിലനിൽപ്പാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ. ആ ജീവൻ്റെ ഉറവിടത്തെ ഉപേക്ഷിക്കുന്നവർക്ക് വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് ഈ പാഠത്തിൽ പഠിക്കുകയുണ്ടായി. അവനിൽ ജീവനുണ്ടായിരുന്ന ആ ദൈവത്തിൽ തന്നെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആ വാഗ്ദത്തത്തെ പ്രാപിപ്പാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഇത്രയും വലിയ വ്യക്തമായി കർത്താവ് സ്വയം സാക്ഷീകരിക്കുമ്പോൾ കർത്താവിനെ മനസ്സിലാക്കുവാൻ നമ്മുടെ എല്ലാ ബിരുദങ്ങളും ഉപേക്ഷിച്ചിട്ട് എല്ലാ ജ്ഞാനങ്ങളും ഉപേക്ഷിച്ച് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് കർത്താവിൽ പൂർണ്ണമായി അടിയറച്ച് വിശ്വസിച്ചുകൊണ്ട് കാലേബിനെ പോലെ അദൃശ്യമായ കണ്ണുകളിൽ ആത്മീയ കണ്ണുകൾ കൊണ്ട് അതിനെ കീഴടക്കുവാൻ കഴിയുമെന്നും അത് പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ള ആ പൂർണ്ണ വിശ്വാസത്തിലൂടെ അത് ലഭിപ്പാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശാബത്ത് സ്കൂൾ പാഠം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ഇത് പാഠം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശാബത്ത് സ്കൂൾ പാഠം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും ഒരുപോലെ മാനിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗീയ പിതാവേ, തിരുനാമത്തിനായി സ്തോത്രം. ഈ നല്ല നിമിഷങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല നല്ല പാഠങ്ങൾ പഠിക്കുവാൻ സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ജീവൻ്റെ ഉറവിടം ആര് എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ മനസ്സിലാക്കിയ കൃപകൾക്കായി സ്തോത്രം. പത്രോസ് മനസ്സിലാക്കിയതുപോലെ ആ നിത്യജീവൻ്റെ ഉറവിടം അങ്ങാണെന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രാപിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ ഉപേക്ഷിക്കുന്നവരായിട്ടല്ല പിതാവെ, വിശ്വാസത്തോടു കൂടി പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഈ പാഠങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഉപകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പാഠം ശ്രദ്ധിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് വെളിച്ചം സാക്ഷ്യമായി തീരുവാൻ സഹായിക്കണം. പ്രത്യേകിച്ച് വീടൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്നവർ, ഭാരപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവരൊക്കെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഹൃദയങ്ങളെ ആരായുന്ന ദൈവം അവർക്ക് ആവശ്യമെന്ന സമാധാനവും സന്തോഷവും നൽകണമേ.
മുറ്റുമായി ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. ചോദിക്കുന്ന കുറവുകളാണെങ്കിലും അധികമായ നന്മകളാൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധനായ നല്ല പിതാവേ, ആമേൻ.